വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ തമിഴകം മാറി മറിയുകയാണ്. വിജയ് മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നു, നാളെ പറയുന്നു ആകില്ലെന്ന്, വൈകുന്നേരം പറയുന്നു വിജയ് വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന്. അങ്ങനെ മൊത്തത്തിൽ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിയുകയാണ്. അതിനിടയിൽ കേൾക്കുന്നു AADMKയും DMKയും സഖ്യം രൂപീകരിക്കാൻ പോവുകയാണ്. ഇന്നലെ കേട്ട രസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു നാണവും മാനവും ഇല്ലാതെ വിജയെ പോയി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് തമിഴ്നാട്ടിൽ ഒരു നിലനിൽപ്പിന് ഒരു ഇടം കൊടുത്തത് സ്റ്റാലിനാണ്. ആ സ്റ്റാലിന്റെ പിന്നിൽ നിന്ന് കുത്തി കോൺഗ്രസ് ഇറങ്ങി പോയിരിക്കുന്നു. ഇതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നരേന്ദ്രമോദിക്ക് ഏത് സൈഡ് വന്നാലും ലാഭമോ, അത് വേറൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ കേരളത്തിലെ ട്രൂ കോപ്പി തിങ്ക് ഒക്കെ അടക്കമുള്ള മാധ്യമങ്ങൾ വിജയ് ഒരു നരേന്ദ്രമോദി പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ വിജയ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിജയെ ഭരിക്കാൻ അനുവദിക്കില്ലേ? AADMKയും DMKയും സഖ്യം ചേർന്ന് വീണ്ടും ഒരു സർക്കാർ അവരുടെ ഭാഗത്തുനിന്ന് വരുമോ? ജനവിധി അട്ടിമറിക്കുമോ? എന്ത് തോന്നുന്നു? ഇല്ല, അങ്ങനത്തെ സാഹചര്യം ഞങ്ങൾ അത് കാണുന്നില്ല. എന്റെ അഭിപ്രായത്തില് വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമോ ഇല്ലെന്നറിയില്ല. പക്ഷെ വിജയെ ഭരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി വന്നിരിക്കുന്ന ഒരു ഒറ്റക്കക്ഷിയാണ്. അപ്പൊ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അത് തന്നെയാണ്. അപ്പം ഒരുപക്ഷെ ഗവർണർക്ക് ഇന്നലെ വിജയ് ചെന്ന് കാണുമ്പോൾ ഉടനടി ഗവർണർക്ക് ഒരു ഗവർണറും അങ്ങനെ ഒരു ഉടനടി ഉത്തരം പറയാറില്ല. കാരണം അത് ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. കാരണം ഗവർണർ എന്ന് പറയുന്നത് അവിടെ ചുമ്മാതെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല, പരിണതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. ഇല്ലെങ്കിൽ ആ ഒരു ഇതിലെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള രവിയെ പോലെയുള്ളവരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും അറിയാൻ മേലാത്തല്ല, ഭരണഘടനയൊക്കെ അറിയാം. ഇതിന് പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പൊ നമ്മളവിടെ ചെന്ന് ഇപ്പൊ കല്യാണം വിളിക്കുന്ന പോലെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. നാളെ എന്റെ കല്യാണം വരണം എന്നുള്ളത് ആ ശരി വരാമോനെ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അവിടെ ചെല്ലുന്നു, വിജയ് അവരുടെ പിന്തുണയ്ക്കുന്നവരുടെ ലിസ്റ്റ് കൊടുക്കുന്നു. ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഗവർണർ അത് വാങ്ങി വെച്ചിട്ട് ശരി ഞാൻ അറിയിക്കാം, അതാണ് അതിന്റെ പ്രോട്ടോകോൾ. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഗവർണർ അവിടെ ചെന്നപ്പോൾ വിജയോട് ചോദിച്ചു, നമ്പർ തികഞ്ഞിട്ടില്ലല്ലോ, നമ്പരും കൊണ്ട് വരുമെന്ന്. അങ്ങനൊന്നും ഒരു ഗവർണർ ചോദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ റിപ്പോർട്ടിംഗ് നടക്കുന്നത് എപ്പോഴും ഈ രാജ്ഭവന് പുറത്തു നിന്നിട്ടായിരിക്കും റിപ്പോർട്ടിംഗ് നടക്കും. ഇനി കൂടെ പോയവരെന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഇന്നും വിജയ് ഗവർണറെ കണ്ടിരുന്നു. അപ്പോൾ വിജയ് പറഞ്ഞ സത്യപ്രതിജ്ഞ ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് വിജയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഗവർണർ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തൊരു ഗവർണറും നിങ്ങളെ വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയാറില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഗവർണർ അവിടെ ഒരു രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടാകും ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അവിടെ AADMK DMK ചർച്ച ഇന്നലെ നടന്നിരുന്നു. ആ ചർച്ചയുടെ കൂടെ ഫലം അറിയാൻ വേണ്ടി ഗവർണർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഗവർണർ ഒരു രാഷ്ട്രീയ നോമിനി തന്നെയാണല്ലോ, അല്ലാതെ മോളിൽ നിന്ന് പൊട്ടി വീഴുന്ന ആളൊന്നുമല്ല. അദ്ദേഹം രാഷ്ട്രീയ നോമിനി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് AADMK DMK ചർച്ച നടക്കുമ്പോൾ ഒരുപക്ഷെ എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം വന്നു കാണും. തൽക്കാലം വിജയുടെ ഉടനെ വിളിക്കണ്ട, ഇവരുടെ ചർച്ചയുടെ ഗതി എന്താണെന്ന് നോക്കൂ, അവർക്ക് അങ്ങനെ ആണെങ്കിൽ ഒരു ചാൻസ് കൊടുക്കും. കാരണം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വിജയേക്കാൾ കൂടുതൽ നമ്പറുണ്ട്, പക്ഷെ അവർക്ക് ഭരിക്കാൻ കഴിയില്ല. രണ്ടു കൂട്ടർക്കും ഭരിക്കാൻ കഴിയില്ല. കാരണം ഈ 118 എന്നുള്ള നമ്പർ ഇല്ല. രണ്ടു കൂട്ടർക്കും ഇതിന് അടുത്തേക്കുള്ള നമ്പറുകളേ ഉള്ളൂ. വിജയ്ക്കാണെങ്കിൽ 6 പേരുടെ വേണം, മറ്റവർക്കാണെങ്കിൽ 10 പേരുടെ അടുത്ത് വേണം. അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടർ നിൽക്കുന്നു. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ AADMKയുടെ MLA-മാരെ പുതുച്ചേരിയിലേക്ക് മാറ്റിയിരിക്കുന്നു, റിസോർട്ട് രാഷ്ട്രീയം അവിടെ തുടങ്ങിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ ഈ റിസോർട്ട് രാഷ്ട്രീയം നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. പക്ഷെ ഏതായാലും അവിടെ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ DMK നേതാവ് പറഞ്ഞിരിക്കുന്നു, സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ 6 മാസം സമയം വിജയ്ക്ക് നൽകുന്നു, വിജയ് ഭരിക്കട്ടെ. കാരണം ഒരു സർക്കാർ കയറി വിശ്വാസ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് 6 മാസം കഴിഞ്ഞ് പിന്നെ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്ന കാര്യം. അതാണ് അദ്ദേഹം 6 മാസം എന്ന് പറഞ്ഞത്. ശരി, നമ്മുടെ അഭിപ്രായം തന്നെയാണ് വിജയ് ഭരിക്കട്ടെ. കാരണം അദ്ദേഹത്തിന് ഒരു മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നു, അദ്ദേഹം ഭരിക്കട്ടെ. പക്ഷെ ഭൂരിപക്ഷം ഫ്ലോറിൽ തെളിയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ CPM CPI ഒക്കെ കൂടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വലിയ സീറ്റുകളൊന്നും അവർക്കില്ല. 2 സീറ്റ് CPM-നും 1 സീറ്റ് എങ്ങാണ്ട് CPI-ക്കും ഉണ്ട്. അപ്പൊ അവരും കൂടെ പിന്തുണയ്ക്കുന്നുണ്ട്. എങ്കിലും 2-3 പേരുടെ കൂടെ ഒക്കെ പിന്തുണ വേണ്ടി വരും. ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കാം. ഏതായാലും ഭരിക്കട്ടെ, ഭരിക്കുമ്പോഴല്ലേ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏതായാലും വിജയുടെ ഒരു വരവ് എന്താണ് എന്ന് നമുക്കറിയില്ല. ഞാനിപ്പോഴും എന്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ ഇത്രയും നാളത്തിടയ്ക്ക് വന്നിട്ടുള്ള അനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ജനസേന ആയാലും ആം ആദ്മി ആയാലും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും കാലത്തിനിടയിൽ വന്നുപോയിട്ടുണ്ട്. അവരെ പരിശോധിച്ചൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് കാണുമ്പോൾ ഞാൻ ഇപ്പോഴും വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനത്തിൽ ഒരു പ്രതിഭാസമായിട്ട് മാത്രമാണ് കാണുന്നത്. ചില പ്രതിഭാസങ്ങൾ, ചില അത്ഭുതങ്ങളൊക്കെ ചിലയിടത്ത് നടക്കാറുണ്ട്. പക്ഷെ അത് അധികം നാൾ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. കുറച്ച് കഴിയുമ്പോൾ ആ പ്രതിഭാസമായിട്ട് തന്നെ മാഞ്ഞു പോകാറുമുണ്ട്. ആം ആദ്മിയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അതിനകത്ത്. ജനസേനയൊക്കെ ആ വരുന്ന സമയത്ത് തകർന്നടിഞ്ഞു പോയി. പിന്നീട് ജനസേന വരികയും കൃത്യമായി ബുദ്ധിപൂർവ്വമായിരുന്നു പവൻ കല്യാൺ അതിനെ കൈകാര്യം ചെയ്തത്. വലിയ രീതിയിൽ
എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. കാരണം ആദ്യം പുള്ളി വലിയ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വലിയ രീതിയിൽ ആൾക്കാരെയൊക്കെ നിർത്തി, ഒരുപാട് സ്ഥലത്ത് നിർത്തി, സാമ്പത്തിക നഷ്ടം പൊട്ടി തകർന്നു പോയി. അതിനുശേഷം ഈ നരേന്ദ്രമോദിയെ കണ്ടുമുട്ടുക, അദ്ദേഹം കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ്റെ അനുസരിച്ച് പറഞ്ഞു എന്തിനാണ് കൂടുതൽ പൈസയൊക്കെ ചിലവൊക്കെ എല്ലായിടത്തും നിൽക്കുന്നത്, കുറച്ച് സ്ഥലത്ത് നേട്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇത്തവണ അദ്ദേഹം 21 സീറ്റിലോ മറ്റോ മത്സരിച്ച് 21 ജയിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായത്. കറക്റ്റ് സ്ട്രാറ്റജിയാണത്. വലിയ പണം ചെലവില്ലാതെ കുറച്ച് സ്ഥലത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം ജയിച്ചെടുക്കുക, പിന്നീട് പതുക്കെ 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 വളരുക. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പണി. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ വിജയ് ഒറ്റയടിക്ക് എല്ലായിടത്തും ആളെ നിർത്തി അവരുടെ ആൾക്കാരെല്ലാം ജയിക്കുകയും ചെയ്തു. തെറ്റ് പറയാൻ കഴിയില്ല, ജനമാണല്ലോ ജനാധിപത്യത്തിലെ കിങ്. അവർക്ക് വിജയെ വേണമെന്ന് തോന്നി അവർ വിജയ്ക്ക് വോട്ട് ചെയ്തു. അതിൽ തെറ്റെന്തോ പറയാനുള്ളത്? അപ്പൊ അവർ ഭരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് BJPക്ക് റോളൊന്നും ഇല്ല ഇതിനകത്ത്. കാരണം അവരൊരു വലിയ പൊളിച്ചെഴുത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത. കാരണം അവർക്കിപ്പോൾ ഒരു MLA തന്നെ മാത്രമേ ഉള്ളൂ. അവരിതിനകത്തൊന്നും അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല. ഏതായാലും തുടക്കത്തിൽ തന്നെ അണ്ണാമല ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിജയ് വരട്ടെ, ഒരു ചേഞ്ച് വരട്ടെ. കാരണം അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്ന ദ്രാവിഡ പൊളിറ്റിക്സ് തമിഴ്നാട്ടിൽ തകർന്നു. അതാണ് അവരെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അവിടെ പോകാൻ കഴിയും. കാരണം അണ്ണാമല നേരത്തെ തന്നെ പറഞ്ഞു 2026 തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അവർക്കൊരു സ്വതന്ത്രമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയും. ഈ സ്പേസിൽ അവർക്ക് കടന്നേറാൻ ഒരുപാട് ചാൻസസ് ആണ് തുറന്നിട്ടിരിക്കുന്നത്. ധനുഷ് പറഞ്ഞ കണക്ക് ഒരുപാട് ചാൻസസ് ആണ്. അവർ നിന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ നേട്ടം മാത്രം ഒരു പാർട്ടി BJP മാത്രമാണ് തമിഴ്നാട്ടിൽ എന്ന് പറയേണ്ടി വരും. ഇപ്പോഴല്ല, ഭാവിയിൽ. കാരണം ഇപ്പോൾ DMK, കോൺഗ്രസ്, CPM ഒക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ DMK ഉണ്ടാകുന്ന അസ്വസ്ഥത മുതലെടുക്കാൻ BJP എന്ന് പറഞ്ഞ പാർട്ടി 101% ശ്രമിക്കും. കാരണം അവരുടെ രീതി അതാണ്. കാരണം സ്റ്റാലിന് ഒരു ചെറിയ തട്ടുകേട് പറ്റി, അതാണ് പൊളിറ്റിക്സ്. അപ്പം സ്വാഭാവികമായി തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നാളെയോ മറ്റന്നാളോ ഒക്കെ എപ്പോഴെങ്കിലും, ഇല്ലെങ്കിൽ ഈ വിജയ് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാർ വരികയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും സ്റ്റാലിന്റെ വീട്ടിലും പോകും. കാരണം അവർക്ക് ഇത്ര MP-മാരുണ്ട് രാജ്യസഭയിലും ഈ പറയുന്ന ലോക്സഭയിലും ഒക്കെ ഇത്ര MP-മാരുണ്ട്. അവർ ഇറങ്ങിപ്പോയാൽ പോലും ഇവർക്ക് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും. അവർ എതിർത്ത് വോട്ട് ചെയ്യണമെന്നോ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നോ നിർബന്ധമൊന്നും. അവർക്ക് ചേർത്ത് നിർത്തിയേ പറ്റൂ. പിന്നെ DMKയും അവർക്ക് പിണക്കാൻ കഴിയില്ല. കാരണം നാളത്തെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവർ നിൽക്കും. അവരെ സംബന്ധിച്ച് ഏത് ഗെയിമിനും അവർ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ അവർ അതിനായിരിക്കില്ല മുൻതൂക്കം കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മിക്കവാറും വീണ്ടും അണ്ണാമലെ തമിഴ്നാട്ടിന്റെ ചാർജ് ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP വീണ്ടും ഒന്ന് പുഷ്ടിപ്പെടുത്തുകയായിരിക്കും അവർ ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ അവരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അണ്ണാമലെ വിതച്ചത് വിജയ് കൊയ്തു എന്ന് അവർക്കൊരു ഒരു കണക്കൂട്ടലുണ്ട്. കാരണം അണ്ണാമലെ തമിഴ്നാട്ടിൽ ഒരു വലിയ ഓളം തന്നെ സൃഷ്ടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് ജൻസി സംഘടിച്ചിരുന്നു. അന്ന് അദ്ദേഹം വിതച്ചതാണ് ഇന്നിപ്പോൾ വിജയ് കൊയ്യുന്നത്. കാരണം പിന്നീട് അണ്ണാമലെ മാറ്റുകയായിരുന്നല്ലോ ആ സ്ഥാനത്ത് നിന്ന്. അണ്ണാമലയ്ക്ക് പിന്നെ അധിക ദൂരം മുൻപോട്ട് പോകാൻ പറ്റില്ല. ഈ എടപ്പാടിയുടെ ഒക്കെ വാക്ക് കേട്ട് അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അണ്ണാമല ഒരു പ്രചാരകന്റെ റോളിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. പക്ഷെ ഈ അണ്ണാമല നടത്തി അത്രയും പോലും വിജയ് നടത്തിയിട്ടില്ല യോഗങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് വിജയുടെ ഒരു സ്റ്റാർഡം വേറെയാണ്. എങ്കിൽ പോലും അപ്പം അന്നേ തന്നെ അണ്ണാമല വരുമ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ ഈ യുവാക്കളും യുവതികളും ഒക്കെ ഓടിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അണ്ണാമലയുടെ യോഗങ്ങളിലൊക്കെ. അണ്ണാമലയുടെ പേര് തന്നെ ഏതെങ്കിലും യോഗത്തിൽ പറയുമ്പോഴത്തേനും തമിഴിൽ ആർത്ത് വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്ത് പറ്റി? അണ്ണാമലയ്ക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു ഇപ്പൊ വേണ്ട, നാഗേന്ദ്രൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് മാറി നിൽക്കേണ്ടി വന്നു. ആ സ്പേസ് കൃത്യമായിട്ട് പിന്നെ ചെന്ന് കയറിയത് എങ്ങോട്ടെന്ന് വെച്ചാൽ അത് വിജയ്ക്കാണ്. കാരണം വിജയുടെ ഫാൻസ് അപ്പോൾ തന്നെ ഒരു ട്രെൻഡ് തമിഴ്നാട്ടിൽ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകേണ്ട ആയിരുന്നു. കാരണം അണ്ണാമല ഇറങ്ങുന്ന സമയത്ത് വിജയ് പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ടില്ല. അണ്ണാമല ഇറങ്ങുമ്പോൾ ഇത്രത്തോളം യുവാക്കളും സാധാരണപ്പെട്ടവരും അണ്ണാമലയുടെ അടുത്തേക്ക് ആർത്തിരമ്പി വരുന്നു. BJP ആണെങ്കിൽ ഒരു പാർട്ടിയാണ്, തമിഴ്നാട്ടിൽ വലിയ ശക്തമായ പാർട്ടിയല്ല. എന്നിട്ട് പോലും അണ്ണാമലയ്ക്ക് ചുറ്റും ഒരു വലിയ ആരാധകവൃന്ദം രൂപപ്പെട്ടപ്പോഴേക്കും ഈ പൊട്ടന്മാരത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ്, ഇതിനനുസരിച്ച് വേണം നമ്മൾ നീക്കാൻ എന്നുള്ളത്. കാലഹരണപ്പെട്ട ഈ എടപ്പാടിയൊക്കെ അവിടെ തമിഴന്മാർക്കൊന്നും എടപ്പാടിയും കിടപ്പാടിയൊന്നും അവർക്ക് ആവശ്യമൊന്നുമില്ല. കാരണം ഒരു ഉറച്ചൊരു സർക്കാരോ നേതാവോ ഒന്നും അല്ല അദ്ദേഹം. അപ്പോ സ്വാഭാവികമായി തന്നെ അപ്പോഴേക്കുമാണ് ഈ അണ്ണാമല പോയി കഴിഞ്ഞപ്പോഴാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. നേരത്തെ തന്നെ അവർ പ്ലാനിങ് ഉണ്ടായി വന്നതുമൊക്കെ. അപ്പോൾ അവരെന്ത് പറ്റി? ഈ ജൻസിയും ഈ എന്താണ് പറയുക, നമുക്ക് എല്ലാം ബംഗാളിൽ എന്താ സംഭവിച്ചത്? എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ ഒരാൾ വരുമ്പോൾ അങ്ങോട്ടേക്ക് പായുകയാണ് അവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഈ BJP അവരുടെ സംഘടന ശക്തമാക്കാനുള്ള ഒരു ശ്രമത്തിലേക്കായിരിക്കും മുൻപോട്ട് പോകുന്നത്. അത് ഏറെക്കുറെയൊക്കെ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അത് പക്ഷേ നാളെ വിജയിക്കും, മറ്റന്നാൾ അണ്ണാമല മുഖ്യമന്ത്രി ആകും എന്നല്ല പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അണ്ണാമല ആയിരിക്കും തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവ്. ചിലപ്പോൾ ഭാഗ്യം അനുവദിച്ചാൽ അദ്ദേഹം ഭരണകക്ഷി നേതാവുമാകും. ഇനി ADMK തമിഴ്നാട്ടിൽ ഒന്നുകിൽ BJPയുടെ പാർട്ണറാകും. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പകരം ADMK നെടുകയും കുറുകയും പിളരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുറച്ച് വിജയോടെ പോകുമായിരിക്കും,
ബാക്കി കുറച്ച് BJP കൊണ്ടുപോകായിരിക്കും. DMK ഒരു സൈലന്റ് പാർട്ണറായിട്ട് BJPയോടൊപ്പം നിൽക്കും. സൈലന്റ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഒരു അനക്കവും ഉണ്ടാകില്ല. അവിടെയാണെന്ന് വെച്ചാൽ അവിടെയുമില്ല, ഇവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഭാര്യയും കാമുകയും ഒന്നിച്ച് കൊണ്ടു നടക്കാൻ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരേ ഒരു പാർട്ടി BJP ആണ് ഇന്ത്യയിൽ. അവർക്ക് ഭാര്യയും ഉണ്ടാകും, അതേപോലെ തന്നെ കാമുകയും അവർ കൊണ്ടു നടക്കും. രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചിന്നവീടും തായ്വീടും കംപ്ലീറ്റ് കൈകാര്യം ചെയ്യാൻ ഈ ടീമുകൾക്കൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യും. അതായിരിക്കും ഇനി തമിഴ്നാട് രാഷ്ട്രീയം കാണുന്നത്. ഏതായാലും വിജയ് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒക്കെ ഉറപ്പ് വന്നിരിക്കുന്നു. വിജയ് വരട്ടെ, വിജയ് ഭരിക്കട്ടെ, അദ്ദേഹത്തെ ജനം മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. നമുക്കും അറിയില്ലല്ലോ അദ്ദേഹം എങ്ങനെയാണ് ഭരിക്കുന്നത്, ഒരാൾക്കും അറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വിജയ് തോക്കുമെന്ന് എല്ലാവരും പറഞ്ഞു, അദ്ദേഹം ജയിച്ചില്ലേ. അപ്പൊ ഇനി അദ്ദേഹം ഭരിക്കട്ടെ, ഭരിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് വിലയിരുത്തുക. കാരണം ഇത് രാഷ്ട്രീയമാണ്, റീൽസ് അല്ല, റിയൽ ആണ്. അപ്പം ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്ന് കൈയടി കിട്ടുന്ന പോലെ അല്ല ഈ പൊളിറ്റീഷ്യൻസിന്റെ കാര്യം. അവർ ഫീൽഡിൽ നിൽക്കുന്നവരാണ്, ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അവിടുത്തെ റെസ്പോൺസിബിളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അദ്ദേഹം വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. BJP ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ല, കാരണം അവർക്ക് അതിന്റെ ആവശ്യവുമില്ല ഇതിൽ.